ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വാഴയ്ക്ക ഉപ്പ് കറി. ഇതിനകത്ത് ഉപ്പ് കൂടുതൽ വേണ്ട. വാഴയ്ക്കയുടെ ഒരു കറിയുടെ പേരാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. आज हम बनाने जा रहे हैं कच्चा केला का. ये केला सब्जी केला नहीं है, ये पकाने के लिए रखा है. वो वाला केला थोड़ा हार्ड वाला केला है. इसमें से सब्जी बनाने जा रहे हैं. इसका नाम है वाഴയ്ക്ക उപ്പ് करी. देखेंगे कैसे है. पहले इसका छिलका निकालना है. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. പാനിമേ ഇടാതെ നമുക്കിത് വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇങ്ങനെ തൊലി കളഞ്ഞ് നമുക്കെല്ലാം വെള്ളത്തിലിട്ട് കൊടുക്കാം. ചിൽക്ക നികാൽക്കെ സബ് പാനിമേ ഇടാതെ. വാഴയ്ക്ക അരിഞ്ഞപ്പോൾ നിറച്ച് കറയായി. इतनी വെളിച്ചെണ്ണയൊക്കെ തൂത്താൻ പോയി. ഇതിനകത്ത് छिलका निकालने का टाइम मेरा हाथ पूरा काला हो गया. थोड़ा नारियल तेल लगाया है. अभी हम लोग कटिंग करेंगे. ഇത് നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാം. पतला पतला काटना है. ज़्यादा पतला नहीं करना है. ഒത്തിരി കട്ടി കുറച്ചും ആകരുതും എന്നാൽ ഒത്തിരി കട്ടി കൂട്ടി ആകരുതും. ഇത് നല്ല വെന്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള അതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. सब कटिंग करना है. वाഴയ്ക്ക മുഴുവൻ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. केला पूरा काट के रखा है. अभी एक पैन में डालना है. നമുക്കൊരു പാനിനകത്ത് ഇട്ട് കൊടുക്കും. ഇത്രയും ചെറുതായിട്ട് വേണം അരിയാൻ. इतना छोटा छोटा काटना है. अभी इसमें डाल रहे हैं नमक. तो नमक इट കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. हल्दी डाल रहे. 2 हरी मिर्च, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിയാപ്പില, थोड़ा കരിയാപ്പില. 1 कप पानी. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. अच्छे से मिक्स करके ബോയിൽ करने के लिए रखेंगे. നന്നായിട്ട് വേവിക്കാൻ വെച്ച് കൊടുക്കാം. നല്ലതായിട്ട് വേവണം. अच्छे से पकाना है. 10 മിനിറ്റ് കൊണ്ട് നല്ലതായിട്ട് വെന്ത് കിട്ടും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, ലഹസൂൻ, ഹരി മിർച്ച് और छोटा प्याज और नारियल തേങ്ങയും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്കിത് നന്നായി അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇത്തിരി അരഞ്ഞ് പോകരുത്, എന്നാൽ പകുതി അരയണം. നാരിयल പകുതിയിട്ടാണ്. എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി, പച്ചമുളകും ഉള്ളി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പാനി भी डाल के पीसेंगे. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ച് നമ്മുടെ वाഴയ്ക്ക വെന്ത് കഴിഞ്ഞു. केला अच्छे से पक गया है. अभी हम लोग पीस के रखा और नारियल डाल दें. इतना ही पीसना चाहिए, ज़्यादा पीसना नहीं. ഇത്രയും അരിഞ്ഞാൽ മതി. ഒത്തിരി നന്നായിട്ട് അരയണ്ട. ഇപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. 1/2 കപ്പ് പാനി भी डाल के മിക്സ് ചെയ്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. इसका नारियल थोड़ा पकने तक वेट करना है. अभी लो फ्लेम में डाल के 10 मिनट पकाना है. लो फ्लेम में 10 मिनट വെക്കാം. 10 मिनट ആയിട്ടുണ്ട്. 10 मिनट हो गया. ये अच्छे से पक गया है. നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. ഓഫ് करके बंद करके रखेंगे. एक कड़ू वरका बैठे तो पैन വെച്ച് കൊടുക്കാം. तड़का बनाने के लिए एक पैन रखा है. अभी हम डाल दें नारियल तेल. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ नारियल तेल डाल. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. तेल गरम हो गया. ഇത് सरसों डाल दें. अभी 2 लाल मिर्च डाल दें. 2 മുളകുമുളക് ഇട്ട് കൊടുക്കാം. करियापत्ता डाल दो. छोटा प्याज छोटा छोटा काट के रखा है वो भी डाल दो. कुछ ഉള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. फ्राई करके बनाना है. തുറന്ന് കഴിഞ്ഞ് ഓഫ് ചെയ്യുക. प्याज अच्छे से फ्राई हो गया. ऑफ करना है. ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. इसका ऊपर में डाल दो. तेल अच्छे से डालने से टेस्ट आ जाएगा. अच्छा 2 स्पून എണ്ണ തന്നെ ഒഴിക്കണം. എന്നാൽ അതിന് ടേസ്റ്റ് വരണം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छे से मिक्स कर दीजिए. ऐसे ही होना चाहिए. पानी ज़्यादा नहीं होना चाहिए, ड्राई भी नहीं होना चाहिए. ഒത്തിരി വെള്ളവും പാടില്ല. ഇങ്ങനെ പെരണ്ടിരിക്കുന്ന പരുവത്തിലാണ് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് സർവിങ് ഡിഷിനോട്ടൊക്കെ മാറ്റാം. സർവിങ് ഡിഷിനെ കാണിക്കാം. अच्छा खुशबू आ रही है. നല്ല മണമാണ്.
ഇത് സർവിങ് ഡിഷിനകത്തോട്ട് എടുക്കാം. എൻ്റെ മമ്മിയുടെ പഴയകാല കറികളായി ഇതൊക്കെ. हम लोग छोटा था उसी टाइम मेरा मम्मी ऐसे ही बनाती थी. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്ക ഉപ്പുകറി റെഡി ആയിട്ടുണ്ട്. ഇത് പഴയ കാലത്തെ ഒരു കറിയാണ്, പക്ഷെ ഇപ്പോഴും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമായിട്ട് ഉണ്ടാക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. सब लोग थोड़ा ट्राई करके देखिएगा. केरला का पुराना केला का सब्जी है, सब लोग को पसंद हो जाएगा, अच्छा लगेगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वाचिंग.